വിജയൻ എന്ന പോലീസ് ഉദ്യോഗസ്ഥനെ പെട്ടെന്നൊന്നും കേരളക്കരയ്ക്ക് മറക്കാൻ കഴിയില്ല. അദ്ദേഹം ഇപ്പോൾ ഇന്റലിജൻസ് മേധാവിയാണ്. നേരത്തെ എലത്തൂർ ട്രെയിനിലെ തീവയ്പ് കേസുമായി ബന്ധപ്പെട്ട് പ്രതിയെ കൊണ്ടുവന്നപ്പോൾ പ്രതിയുടെ ചിത്രങ്ങളടക്കം മാധ്യമങ്ങൾക്ക് ചോർത്തി നൽകിയെന്നുള്ള ആരോപണത്തിൽ അദ്ദേഹത്തെ സസ്പെൻഡ് ചെയ്തിരുന്നു. അന്ന് അദ്ദേഹത്തെ തിരിച്ചെടുക്കണമെന്നുള്ള വലിയ നിർദ്ദേശമൊക്കെ പല ഭാഗത്തു നിന്നും ഉണ്ടായി. ഇതിൽ കേന്ദ്ര സർക്കാർ ഇടപെടണം, അമിത്ഷായും മോദിയും ഒക്കെ ഇടപെടണം എന്നൊക്കെയുള്ള വലിയ രീതിയിലുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു. പക്ഷേ പിന്നീട് അദ്ദേഹത്തെ ഇന്റലിജൻസ് മേധാവിയായിട്ടൊക്കെ അദ്ദേഹത്തെ എടുത്തെങ്കിലും ഇപ്പൊ പുറത്തു വരുന്ന വിവരം, അന്ന് അദ്ദേഹത്തെ സസ്പെൻഡ് ചെയ്ത സമയത്ത് ക്രമസമാധാന ചുമതലയുണ്ടായിരുന്ന ഒരു പോലീസ് മേധാവി ഇദ്ദേഹത്തിന്റെ റിപ്പോർട്ടുകൾ, അതായത് ഉദ്യോഗസ്ഥർ ഇദ്ദേഹത്തിന് അതിൽ പങ്കില്ല എന്ന് നൽകിയ റിപ്പോർട്ടുകൾ വലിച്ചു കീറിക്കളഞ്ഞ് ഇദ്ദേഹത്തെ മനഃപൂർവ്വം സസ്പെൻഡ് ചെയ്യാനുള്ള നീക്കങ്ങൾ നടത്തി എന്നുള്ളതാണ്. അതായത് കഴിവുറ്റ പോലീസുകാരെ വച്ച് വാഴിക്കില്ല എന്നുള്ള ഒരു പോലീസ് അല്ലെങ്കിൽ ഭരണവകുപ്പിന്റെ വാലാട്ടിയുടെ ഒരു നിലപാടാണോ നമ്മൾ ഈ കഴിവുറ്റ പോലീസുകാരെ ഒക്കെ പുറത്താക്കുന്ന രീതിയിലൂടെ കാണുന്നത്? പോലീസ് സേന അനുഭവിക്കുന്ന ഒരു പ്രതിസന്ധി എന്താണെന്ന് വെച്ചാൽ, നല്ല രീതിയിൽ അവരവരുടെ ഉത്തരവാദിത്വം നിർവഹിക്കാനായിട്ട് പരിശ്രമിച്ചാൽ പോലീസിനകത്തുള്ള അഴുക്കുകൾ അവരെ ഉപദ്രവിച്ചുണ്ട്. ഇത് സ്ഥിരമായി കേരളത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പ്രതിഭാസം. പി വിജയൻ എന്ന് പറയുന്ന പ്രഗത്ഭനായിട്ട് പോലീസ് ഉദ്യോഗസ്ഥൻ, എനിക്ക് വ്യക്തിപരമായിട്ട് പോലും അദ്ദേഹത്തോട് അടുപ്പം പരിചയമുള്ള വ്യക്തിയാണ്. അദ്ദേഹം ഇടപെടുന്ന കേസുകളിലൊക്കെ സത്യസന്ധമായി കൃത്യമായി കാര്യങ്ങൾ നടക്കണം എന്ന ആഗ്രഹം മാത്രമാണ് അദ്ദേഹത്തിന് എപ്പോഴും ഉള്ളത്. അതുകൊണ്ടാണ് അദ്ദേഹത്തിന് പ്രാധാന്യവും പ്രാമുഖ്യം ലഭിക്കാനായിട്ടുള്ള കാര്യം. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് നമ്മൾ ഈ കഴിഞ്ഞ പിണറായി സർക്കാരിൻ്റെ കാലത്ത് എല്ലാ കാര്യങ്ങളും നിയന്ത്രിക്കുകയും എല്ലാ കാര്യങ്ങളും തനിക്കിഷ്ടമുള്ള രീതിയിൽ പ്രവർത്തിപ്പിക്കുകയും എന്നിട്ട് അത് പിണറായി വിജയന് വേണ്ടി ചെയ്തതാണ് എന്ന് വരുത്തി തീർക്കുകയും ചെയ്യുന്ന ഒരു പോലീസ് ഉദ്യോഗസ്ഥനുണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ പേര് നമുക്ക് പറയാം, അത് അജിത് കുമാറാണ്. ആ അജിത് കുമാറിൻ്റെ ഇടപെടൽ മൂലമാണ് അനാവശ്യമായിട്ട് പി വിജയൻ എന്ന് പറയുന്ന പോലീസ് ഓഫീസർക്ക് തൻ്റെ ജോലിയിൽ നിന്ന് സസ്പെൻഷൻ വാങ്ങി വീട്ടിൽ പോയിരിക്കേണ്ടി വരും. എലത്തൂർ തീവണ്ടി തീവെപ്പ് കേസുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ മാധ്യമങ്ങൾക്ക് ചോർത്തിക്കൊടുത്തു എന്ന തെറ്റായിട്ടുള്ള വിവരം നൽകിയിട്ടാണ്, അല്ലെങ്കിൽ റിപ്പോർട്ട് എഴുതിയിട്ടാണ് പി വിജയനെ അന്ന് അദ്ദേഹത്തിൻ്റെ ഔദ്യോഗിക സ്ഥാനത്ത് നിന്ന് സസ്പെൻഡ് ചെയ്യാനായിട്ട് കഴിഞ്ഞത്. അതിലൊറ്റ ലക്ഷ്യമുള്ളൂ, സത്യസന്ധമായിട്ട് പ്രവർത്തിക്കുന്ന ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ വേണ്ട. ഭരണകൂടം എന്താണോ ആവശ്യപ്പെടുന്നത്, അല്ലെങ്കിൽ പിണറായി വിജയൻ എന്താണോ ആവശ്യപ്പെടുന്നത്, അത് ചെയ്യുന്ന ആളുകൾ മാത്രം മതി. ഇല്ലാത്ത ആളുകളെ ഇല്ലായ്മ ചെയ്യുന്ന ഒരു രീതിയുടെ വലിയ സാക്ഷ്യപത്രമാണ് പി വിജയൻ എന്ന് പറയുന്നത്. പക്ഷേ പിന്നീട് പ്രതിഷേധങ്ങളെ തുടർന്ന് അദ്ദേഹത്തെ തിരിച്ചെടുക്കുകയും അദ്ദേഹത്തെ കേരളത്തിൻ്റെ ഇൻ്റലിജൻസ് ഓഫീസറായിട്ട് മാറ്റുകയൊക്കെ ചെയ്യുന്നുള്ളത് ശരിയാണ്. അതിൻ്റെ ചുമതല, അതിൻ്റെ നേതൃത്വം അദ്ദേഹത്തിലാണ് എന്നുള്ളത്. എന്നാൽ ഇപ്പോൾ വരുന്നത് എന്താണെന്ന് വെച്ചാൽ, പോലീസ് ഉദ്യോഗസ്ഥർ അവരുടെ ഇടയിൽ നടത്തിയ കുമ്മാട്ടിക്കളിയുടെ ചിത്രങ്ങളെല്ലാം പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ്. അതാണ് ഇപ്പോൾ മനഃപൂർവ്വമായി അദ്ദേഹത്തിനെതിരെ റിപ്പോർട്ട് എഴുതി അദ്ദേഹത്തെ പുറത്താക്കി എന്ന് പറയുന്ന വാർത്ത വരുന്നത്. ഇത് കൃത്യമായിട്ട് അവലോകനം ചെയ്യുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ നടപടിയെടുക്കുകയും ചെയ്യേണ്ടത് പുതിയ മന്ത്രിയുടെ ചുമതലയാണ്, രമേശ് ചെന്നിത്തലയുടെ ചുമതലയാണ്. ആഭ്യന്തരമന്ത്രിയായിട്ട് അദ്ദേഹം ഇരിക്കുന്ന സമയത്ത് നേരത്തെ നടത്തിയിരിക്കുന്ന ഇത്തരത്തിലുള്ള തിരിമറികൾ, അഴിമതികൾ, ജീർണത കുറച്ച് മാറ്റുക. അത് മാറ്റട്ടെ, മാറ്റുക. മാഷ ഈ പി വിജയന് സത്യത്തിൽ ഈ പദവിയിൽ നിന്ന് മാറ്റണം എന്ന് ആഗ്രഹിച്ച ഒരുപക്ഷെ ഈ എം ആർ അജിത് കുമാർ ആയിരിക്കും. ഇരുവരും തമ്മിലുള്ള ഒരു ഈഗോ ക്ലാഷ് പോലും ഉണ്ടെന്ന് നമ്മളന്ന് കേട്ടു. അന്ന് ഈ പി വിജയൻ എന്ന് പറയുന്നത് എത്ര സത്യസന്ധനായ ഉദ്യോഗസ്ഥനാണ്. മാഷ് തന്നെ പറഞ്ഞു, എനിക്കും അദ്ദേഹത്തെ വ്യക്തിപരമായിട്ട് അറിയാവുന്നതാണ്. ഈ ചേലേമ്പ്ര കേസൊക്കെ നടന്ന സമയത്ത് അദ്ദേഹമാണ് ഈ കേസ് അന്വേഷിച്ച് എത്രയും പെട്ടെന്ന് കൊണ്ടത്. അതുപോലെ ശബരിമലയിലേക്ക് വരുമ്പോഴത്തേക്കോ അവിടെ പുണ്യം പൂങ്കാവനം എന്ന് പറയുന്ന ഒരു പദ്ധതി നടപ്പാക്കിയത് പോലും ഈ പി വിജയൻ എന്ന് പറയുന്ന IPS ഓഫീസറുടെ ഈ നീക്കങ്ങൾ ഒരു പക്ഷേ ഇടത് സർക്കാരിലെ ആർക്കൊക്കെയോ താല്പര്യമില്ലാതെ വന്നു. ഒടുവിൽ പി വിജയൻ ആ ചുമതലയിൽ നിന്ന് വരെ മാറ്റി. ഇവിടെ ഇപ്പോൾ സംഭവിച്ചെന്താ, എലത്തൂർ തീവെപ്പ് കേസുമായി ബന്ധപ്പെട്ട് പ്രതികളെ പിടികൂടുന്നു. ഈ പ്രതികളെ മറ്റൊരു സംസ്ഥാനത്ത് അറസ്റ്റ് ചെയ്ത് കൊണ്ടുവരുന്നു. അന്ന് ഭീകരവിരുദ്ധ സ്ക്വാഡിന്റെ തലപ്പത്തുള്ള പി വിജയൻ ഇതേക്കുറിച്ച് ചില അന്വേഷണങ്ങൾ നടത്തി. അതായത് ആ സംഘത്തെ ഫോണിൽ വിളിച്ചു എന്നാണ് പറയുന്നത്. പിന്നീട് നമ്മൾ കേൾക്കുന്നത്
ഈ വിവരങ്ങളെല്ലാം മാധ്യമങ്ങൾക്ക് ചോർത്തി കൊടുത്തു. എന്തിനാണ് മാധ്യമങ്ങൾക്ക് പി വിജയൻ ചോർത്തി കൊടുക്കുന്നത്? ഇവരെ അറസ്റ്റ് ചെയ്ത് ഇവിടെ കൊണ്ടുവരുമ്പോൾ സ്വാഭാവികമായിട്ടും ഈ മാധ്യമങ്ങൾക്ക് മുന്നിൽ ഈ കാര്യങ്ങൾ വിശദീകരിക്കണമല്ലോ. മാത്രമല്ല, അന്ന് മാധ്യമപ്രവർത്തകർ ചോദിച്ചപ്പോൾ ഞങ്ങൾ പി വിജയൻ അല്ല ഈ വിവരങ്ങൾ തന്നതെന്ന് വ്യക്തമാക്കി പറഞ്ഞു. പക്ഷേ അപ്പോഴും ഇതിനെ സംബന്ധിച്ച് ഒരു ഇന്റേണൽ റിപ്പോർട്ട് നൽകണം. ഈ ഇന്റേണൽ റിപ്പോർട്ട് ചെല്ലുന്നത് ADGP MR അജിത് കുമാറിന്റെ മുമ്പിലേക്കാണ്. അജിത് കുമാർ ആ റിപ്പോർട്ട് കീറി എറിയുന്നു. അപ്പൊ തനിക്ക് പ്രിയപ്പെട്ട ചില രാഷ്ട്രീയ നേതാക്കളെ പ്രീണിപ്പിക്കാൻ വേണ്ടി, അവരുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ വേണ്ടി പി വിജയനെ ക്രൂശിക്കുകയാണ് ഇവിടെ ചെയ്യുന്നത്. ഇതിന് പിന്നിൽ വേറെ ചില അജണ്ടകളുണ്ട്. അതായത് പി വിജയന്റെ ഈ ഔദ്യോഗിക സത്യസന്ധതയിൽ വളരെയധികം താല്പര്യം പ്രകടിപ്പിച്ച് അദ്ദേഹത്തെക്കുറിച്ച് കൃത്യമായിട്ടുള്ള വിവരങ്ങൾ ഡൽഹിയിലേക്ക് പോയി. കാരണം IPS നിയന്ത്രണം ശരിക്കും കേന്ദ്ര സർക്കാരാണ്. അപ്പൊ മോദിയുടെ ഗുഡ് ബുക്കിലേക്ക് പി വിജയൻ എത്തിപ്പെടുന്നു, അല്ലെ പി വിജയനെ പരിഗണിക്കുന്നു എന്നുള്ള ചില വാർത്തകൾ അന്ന് മാധ്യമങ്ങളിൽ വന്നു. അതിനുശേഷമാണ് പിണറായി വിജയൻ പി വിജയൻ എന്ന് പറയുന്ന IPS ഉദ്യോഗസ്ഥനോട് താല്പര്യമില്ലാത്ത രീതിയിൽ പ്രവർത്തിക്കാൻ തുടങ്ങിയത്. കാരണം ഏതെങ്കിലും ഘട്ടത്തിൽ പി വിജയനെ മോദി സർക്കാർ വലിയ പരിഗണന കൊടുത്ത് മുകളിലേക്ക് ഉയർത്തിക്കൊണ്ട് പോവുകയാണെങ്കിൽ അത് പിണറായി സർക്കാരിന് അത്ര ഇഷ്ടമുള്ള കാര്യമല്ല. അതുകൊണ്ട് ADGP ആയിട്ടുള്ള MR അജിത് കുമാർ ഇവിടെ ഇടപെടുന്നു. ഇവിടെ പി വിജയൻ ഭീകരവിരുദ്ധ സ്ക്വാഡിൽ അംഗമായിരുന്നു, അല്ലെങ്കിൽ അതിന്റെ തലപ്പത്തിരിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ഇങ്ങനെ എലത്തൂർ തീവെപ്പ് കേസിനെ കുറിച്ച് അന്വേഷിക്കണം. എന്താണ് എലത്തൂർ തീവെപ്പ് കേസ്? ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു ട്രെയിനിൽ ഒരു കാരണവും ഇല്ലാതെ പെട്രോൾ ഒഴിച്ചിട്ട് തീ കൊളുത്താനായിട്ട് ഒരുത്തൻ ശ്രമിക്കുന്നു, അതും അന്യ സംസ്ഥാനക്കാരൻ. എന്നിട്ട് അവൻ കണ്ണൂരോ മറ്റോ റെയിൽവേ സ്റ്റേഷൻ ഇറങ്ങിയിട്ട് ഓടിയിട്ട് മറ്റൊരു ട്രെയിനിൽ കയറി പോകുന്നു. ഇതിനെ കൃത്യമായിട്ട് കേരള പോലീസിന്റെ ഇടപെടലിലൂടെ പിന്തുടർന്ന് പോയി പിടിച്ചോണ്ട് വരുന്നു. അപ്പോൾ പിടിച്ചോണ്ട് വരുമ്പോൾ ഇയാളെക്കുറിച്ച് ഇവിടെ എത്തുന്നതിന് മുമ്പ് കാര്യങ്ങൾ തിരക്കാനായിട്ട് ഒരുപക്ഷെ പി വിജയൻ വിളിച്ചിരിക്കാം. അതിനുടനെ പി വിജയന് ഇത്തരത്തിലുള്ള ഭീകരവിരുദ്ധ സംഘടനകളുമായിട്ട്, അല്ലെ ഭീകര സംഘടനകളുമായിട്ട് ബന്ധമുണ്ടെന്ന് വരുത്തി തീർക്കാൻ ശ്രമിച്ചു. പക്ഷേ അദ്ദേഹത്തിന്റെ ട്രാക്ക് റെക്കോർഡ് പരിശോധിക്കുമ്പോൾ അത് യാതൊരു തെളിവുമില്ല. അതിനുശേഷം ഉടനെ MR അജിത് കുമാറിന്റെ ഇടപെടൽ. അപ്പം മാഷ് നേരത്തെ പറഞ്ഞ പോലെ ഒരു MR അജിത് കുമാർ അല്ല അതിന്റെ പിന്നിൽ കൃത്യമായിട്ടൊരു ചില വ്യക്തികളുണ്ട്. അവരുടെ സ്വാധീനത്തിന് വഴങ്ങിക്കൊണ്ട് MR അജിത് കുമാറിന്റെ അധികാരത്തിന്റെ ചുമതലകളോട് ഇത് നടപ്പാക്കുന്നു. ഇപ്പൊ ഇന്റലിജൻസ് മേധാവിയാണ്. ഇന്റലിജൻസ് മേധാവിയായിട്ട് നിൽക്കുന്ന പി വിജയന് സ്വാഭാവികമായിട്ടും രമേശ് ചെന്നിത്തല ആഭ്യന്തരമന്ത്രിയായി ഇരിക്കുമ്പോൾ പ്രൊമോഷൻ നൽകാനോ അല്ലെങ്കിൽ ഔദ്യോഗികമായി ചുമതല നൽകാനോ ഒക്കെ സാധിക്കും. അങ്ങനെ ചുമതല നൽകിയാൽ പഴയ കാര്യങ്ങൾ ഒന്നൊന്നായിട്ട് ചികഞ്ഞു പുറത്തു കൊണ്ടുവരാൻ പറ്റും. അപ്പോൾ MR അജിത് കുമാറിന്റെ പഴയ രക്ഷാപ്രവർത്തനത്തിലുള്ള പ്രശ്നം, അതായത് ചൈത്ര തെരേസ ജോണിന്റെ റിപ്പോർട്ട് മുക്കി ഇവിടെ പി വിജയനെ ഇവിടെ സംശയത്തിന് നിഴലിൽ നിർത്തി. അപ്പൊ ഇതൊക്കെ ചെയ്തത് പിണറായി സർക്കാരിന് വേണ്ടിയിട്ടാണ്. അങ്ങനെയാണെങ്കിൽ IPS ഉദ്യോഗസ്ഥർ പോലും ഇത്തരത്തിൽ ജനവിരുദ്ധ പ്രവർത്തനങ്ങൾ നടത്തിയെന്ന് പൊതുസമൂഹത്തിന് മുമ്പിൽ തുറന്നു പറയേണ്ടി വരും. അങ്ങനെ തുറന്നു പറയുന്നത് പോലീസ് സേനയ്ക്ക് നാണക്കേടാണ്. നിങ്ങൾ ഇത് തുറന്നു പറയരുത് എന്നൊക്കെ പറഞ്ഞിട്ട് ഇനി ആഭ്യന്തരമന്ത്രി അല്ലെങ്കിൽ മുഖ്യമന്ത്രിയൊക്കെ ആളുകൾ സ്വാധീനിക്കുന്ന, അല്ലെങ്കിൽ പോലീസ് അസോസിയേഷനൊക്കെ സ്വാധീനിക്കാനുള്ള സാഹചര്യം ഉണ്ടാവില്ലേ? ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, നമ്മളുടെ മന്ത്രിമാർ സാധാരണ രീതിയിൽ ആഭ്യന്തരമന്ത്രിമാർ പറയുന്നൊരു വാചകമുണ്ട്, പോലീസിൻ്റെ ആത്മവീര്യം നഷ്ടപ്പെടുത്തരുത്. അത് പിണറായി വിജയൻ പറഞ്ഞിരുന്നു, രമേശ് ചെന്നിത്തലയും കുറെ കഴിയുന്ന സമയത്ത് പറയും. നമുക്ക് പറയാവുന്നൊരു കാര്യം, പോലീസിൻ്റെ ആത്മവീര്യം ഇവരെന്തിനും സംരക്ഷിക്കണം? അത് പോലീസ് ചെയ്തുകൊണ്ടേ. പോലീസ് വൃത്തികേടുകൾ ചെയ്യുക, ന്യായത്തിന് അതീതമായിട്ടുള്ള രീതിയിൽ പ്രവർത്തിക്കുക, ഭരണഘടനയ്ക്കും അതീതമായിട്ടുള്ള രീതിയിൽ പ്രവർത്തിക്കുക, അങ്ങനെയൊക്കെ വരുന്ന സമയത്ത് അവനെ ശരിപ്പെടുത്തണം. അങ്ങനെ അവനെ ശരിപ്പെടുത്തിയാൽ മാത്രമാണ് ഈ സമൂഹത്തിന് നീതി കിട്ടുന്നതായിട്ടുള്ളൊരു അന്തരീക്ഷം ഉണ്ടാവുകയുള്ളൂ എന്ന് തോന്നിയാൽ അത് ചെയ്യണ്ടേ. അതിന് പകരമായിട്ട് ഇവർ മാത്രമല്ല, എല്ലാ ആളുകളും ചെയ്തുകൊണ്ടിരുന്ന ജോലിയാണ്. 1957 ആദ്യമായിട്ട് കമ്മ്യൂണിസ്റ്റ് മന്ത്രിസഭ വന്ന സമയത്ത് ചന്ദനത്തോപ്പിൽ വെടിവെപ്പുണ്ടായി. ഈ ഇടതുപക്ഷ സർക്കാർ, കമ്മ്യൂണിസ്റ്റ് സർക്കാർ അന്ന് വെടിവെച്ച് വന്ന തൊഴിലാളികളെയാണ്. അതെ, അന്ന് അതിശക്തമായിട്ടുള്ള രീതിയിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി പ്രവർത്തകരൊക്കെ ബഹളം ഉണ്ടാക്കി പ്രതിഷേധിച്ചു. അങ്ങനെ പ്രതിഷേധിച്ച സമയത്ത് ഈ പോലീസ് വെടിവെപ്പിനെ ന്യായീകരിക്കാനായിട്ട് പ്രമുഖരായിട്ടുള്ള രാഷ്ട്രീയ നേതാക്കളെ പറഞ്ഞയച്ചു. അവർ പ്രസംഗിച്ചു. ആ സമയത്ത് എടുത്ത നിലപാട് തന്നെയാണ്, പോലീസിൻ്റെ ആത്മവീര്യം തകർക്കാൻ പാടില്ല. അത് ശരിയല്ല. പോലീസിൻ്റെ ആത്മവീര്യം തകർക്കേണ്ട സമയത്ത് തകർക്കണം. അതല്ലെങ്കിൽ അവനെന്ത് ചെയ്യും? ജനങ്ങളുടെ നെഞ്ചത്ത് കയറും, മെക്കിട്ട് കയറും, തലയടിച്ച് തല്ലിപ്പൊളിക്കും. ഇങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങളാണ്. പോലീസിന് വേണ്ടതിൽ നിർത്തണം. ഈ ട്രാഫിക് പോലീസ് ഉണ്ടല്ലോ വഴിയിലേക്കൊക്കെ, അവരെന്ത് ചെയ്യുന്നു വെച്ചാൽ വരുന്ന യാത്രക്കാർ ചിലപ്പോൾ അവൻ്റെ ഹെൽമെറ്റിന് അവൻ്റെ തലക്കൊക്കെ അടിക്കുന്നതാണ്. ഞാൻ പറയും, ഇവരെന്ത് ഭ്രാന്താണ് ഈ പോലീസുകാരെന്ന് നമുക്ക് തോന്നിപ്പോൾ. അപ്പോൾ ഇവരങ്ങനെ ഭ്രാന്തന്മാരാകരുത്. സമൂഹത്തിന് രക്ഷപ്പെടണം എന്നുണ്ടെങ്കിൽ അവർ നീതിപൂർവം മാത്രമേ പെരുമാറാനായിട്ട് പാടുള്ളൂ എന്നുള്ളതാണ്. ഒരാൾ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അയാളെ പിടിച്ച് കോടതിയുടെ മുന്നിൽ ഹാജരാക്കി വിചാരണ നടത്തി തെറ്റുകാരനാണെങ്കിൽ അവനെ ശിക്ഷിക്കുക.
അതല്ലാണ്ട് പോലീസുകാരൻ എന്ത് ചെയ്യേണ്ട അതായത് ആവശ്യമില്ല. ഭരിക്കുന്ന പാർട്ടിയുടെ കളിപ്പാവകളായി ഇവരാരും മാറരുത് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഇപ്പൊ ഈ എം.ആർ. അജിത് കുമാർ അടക്കമുള്ള പല ഉദ്യോഗസ്ഥരും ആ രീതിയിലേക്ക് മാറി എന്നുള്ളതിൻ്റെതാണ് ഈ പൂഴ്ത്തിവെക്കൽ രാഷ്ട്രീയവും കീറി എറിയൽ പിന്നെ ഫയലുകൾ കീറി. അതായത് എം.ആർ. അജിത് കുമാറിനെ വൈരാഗ്യമുള്ള അല്ലെങ്കിൽ തന്നെക്കാൾ മുകളിലേക്ക് വരും എന്ന് തോന്നുന്ന ഉദ്യോഗസ്ഥർക്ക് എതിരെ കേസ് ഉണ്ടാക്കുക, എന്നിട്ട് അതിന് കൃത്യമായ റിപ്പോർട്ട് തരുന്ന ഉദ്യോഗസ്ഥരെ ഭീഷണിപ്പെടുത്തുക, ആ റിപ്പോർട്ട് കീറിക്കളയുക, എന്നിട്ട് കേസ് ഡയറി അടക്കം തിരുത്തുക. ഇതൊക്കെ കേരളത്തിലൊക്കെയാണ് ഇത് സംഭവിക്കുന്നതെന്ന് ആലോചിക്കുമ്പോഴാണ് നമുക്കിത് ആശ്ചര്യം. കാരണം ഇല്ല, കേരളത്തിൽ മാത്രമല്ല എല്ലാ സ്ഥലത്തും സംഭവിക്കുന്നുണ്ട്. കേരളത്തിൽ പക്ഷെ ചോദ്യം ചെയ്യപ്പെടുകയും ആര് ചോദ്യം ചെയ്യാം മാഷെ? ഇതൊക്കെ അത് ചോദ്യം ചെയ്യപ്പെടുന്നതിന്റെ പേരിലാണല്ലോ ഇപ്പൊ ഇവിടെ ഇങ്ങനെ സംഭവിക്കുന്നതല്ലേ. പിന്നെന്താണ്? അല്ല, എന്നിട്ട് പോലും പോലീസിലെ ഉന്നത തരത്തിലുള്ള ഉദ്യോഗസ്ഥർ തമ്മിൽ ഇത്ര ഈഗോ ഒക്കെ വെച്ച് പുലർത്തുന്നത്. ഇവർക്ക് ഈ പി വിജയൻ എന്ന് പറയുന്ന ആള് ഒരു കാരണവശാലും ഇനി തലപ്പത്തേക്ക് വരരുതെന്ന് ADGP ആയിരുന്നുള്ള എം.ആർ. അജിത് കുമാർ കരുതിയെങ്കിൽ അതിന് പിന്നിൽ കൃത്യമായ രാഷ്ട്രീയമില്ല. മാത്രമല്ല, എം.ആർ. അജിത് കുമാർ ക്രമസമാധാന ചുമതലയുള്ള DGP ആകാനുള്ള എല്ലാ സാധ്യതയും വന്നിരുന്നു. പക്ഷെ അദ്ദേഹത്തിനെതിരെ പിന്നീട് കേസും ഒക്കെ വന്നതോടുകൂടിയാണ് ആ പദവി തട്ടിത്തെറിപ്പിക്കപ്പെട്ടു പോയത്. എനിക്ക് കിട്ടാത്തത് പി വിജയനും കിട്ടണ്ട എന്ന് പറയുന്ന ഒരു രീതി. പി വിജയൻ ഇത്തരത്തിൽ അഴിമതിക്കാരനാണ്, അല്ലെ കറപ്റ്റഡ് ആണെന്ന് വരുത്തി തീർക്കാനായിട്ട് പോലീസിലെ ചിലർ ശ്രമിക്കുന്നു. അതിന് ഒത്താശ ചെയ്യാനായിട്ട് ഇവിടുത്തെ പൊളിറ്റീഷ്യന്മാർ ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ അതിനെ ഈ മാഷ് പറഞ്ഞതുപോലെ ഈ പറയുന്ന ആത്മവീര്യം നശിപ്പിക്കാനൊന്നുമല്ല. തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ തെറ്റ് ചെയ്ത പോലീസുകാർ ഇവരാണ്. ആ സേനയുടെ ആത്മവീര്യം നഷ്ടപ്പെടുന്നില്ല, ആ വ്യക്തികളുടെ വീര്യമാണ് നഷ്ടപ്പെടുന്നത്. കാരണം അവൻ എന്തും ചെയ്യാമെന്ന് പറയുന്നത്. ഇതുപോലെ ഹെൽമെറ്റ് ഇല്ലാത്ത പോകുന്നവന്റെ തലക്കടിക്കാനല്ലോ പോലീസ് നിൽക്കുന്നത്. പോലീസ് എന്ന് പറയുന്നത് പൊതുജനങ്ങളുടെ സംരക്ഷകരാണ്, അങ്ങനെയാണ് നമ്മൾ കരുതിയത്. പക്ഷെ പുതിയ കാലഘട്ടത്തിൽ ഇപ്പോൾ കഞ്ചാവ് അടിച്ച് അല്ലെങ്കിൽ ഈ പറയുന്ന സിന്തറ്റിക് ഡ്രഗ്സ് ഒക്കെ ഉപയോഗിച്ച് ലെവലില്ലാതെ നിൽക്കുന്നവന്റെ തലയിലോട്ട് എങ്ങനെ കൈചാരും എന്ന് പോലീസ് ഭയക്കുന്നുണ്ടാകാം, അത് വേറെ കാര്യം. പക്ഷെ ഇവിടെ അങ്ങനെയല്ലല്ലോ. പൊതുസമൂഹം പ്രതീക്ഷിക്കുന്നത് തങ്ങളെ സംരക്ഷിക്കുന്ന, തങ്ങളെ ചേർത്ത് പിടിക്കുന്ന ഒരു പോലീസ് സേന. അവരുള്ളത് കൊണ്ടാണ് നമ്മൾ ധൈര്യപൂർവ്വം വീട്ടിൽ കഥ അടച്ചു കിടന്നുറങ്ങുന്നത്, അല്ലെങ്കിൽ കുത്തി പൊളിച്ചിട്ട് വന്ന് നമ്മളെ ആക്രമിക്കില്ലേ. അങ്ങനെ ചെയ്യാത്തത് പോലീസിലുള്ള വിശ്വാസം കൊണ്ടാണ്. പക്ഷെ അതിനുള്ളിൽ അവര് തന്നെ വീടിനകത്ത് കയറി ഉപദ്രവിക്കുന്ന അവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. പുഴുക്കുത്തുകൾ ഇപ്പോഴും പോലീസ് സേനയിലുണ്ട് അല്ലെ. പി വിജയനെ ക്രൂശിച്ചതോ പി വിജയനെ ഇല്ലാതാക്കാനായിട്ട് ശ്രമിച്ചതോ ആയ ആൾക്കാരുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും ഈ പറയുന്ന പുതിയ ആഭ്യന്തരമന്ത്രി അവരെ പുറത്തു കൊണ്ടുവരാനുള്ള ശ്രമങ്ങൾ നടത്തണം. പൊതുജനങ്ങൾ അവരെ തിരിച്ചറിയട്ടെ ആരൊക്കെയാണ് പുഴുക്കുത്തുകളെന്ന്.